ഈ ദുനിയാവിലെ ഒരു പരീക്ഷ ഹോള് പോലെയാണ്. ഇല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ ചൂട് പോലുള്ള ആ പോളിംഗ് ബൂത്തിലേക്ക് നിങ്ങൾ എത്തുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ വരെയും പോലെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് നീ വന്നത് മുതൽ നീ മരണത്തിലേക്ക് എത്തുന്നത് വരെയുള്ള സമയം നിനക്ക് വേണ്ടി തന്നിരിക്കുന്ന പ്രചരണ കാലഘട്ടമാണ്. നന്നായി നീ പണിയെടുക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. എന്നോട് നിങ്ങളോട് മുന്നറിയിപ്പ് നൽകുകയാണ്. പരിശുദ്ധ ഖുർആൻ എല്ലാ ഉമ്മത്തീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാലഘട്ടം കൊടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൗമിനും എല്ലാ ഉമ്മത്തിനും അവരുടേതായ സമയങ്ങൾ കൊടുത്തിട്ടുണ്ട്. അജലുഹും അവരുടേതായ സമയം എത്തിക്കഴിഞ്ഞാൽ ലാ യസ്തഖിറൂന സാഅതൻ വലാ യസ്തഖദിമൂൻ. നിങ്ങളുടെ സമയം എത്തിക്കഴിഞ്ഞാൽ ഒരു മൈക്രോ സെക്കൻഡ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മുണ്ടുകയോ പിന്നുകയോ ഇല്ല എന്ന് പരിശുദ്ധ ഏതെങ്കിലും ഒരു മനുഷ്യന്റേതായ സമയത്തേക്ക് അവന്റെ മരണമാസന്നമായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് മരണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ വാനലോകത്തിൽ നിന്ന് പാറി പറന്നുകൊണ്ട് നിന്റെ റോഡെടുക്കാൻ നിന്റെ അടുക്കലേക്ക് വന്നാൽ നിനക്ക് അവിടുന്ന് ഒരു മൈക്രോ സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പിന്തിക്കില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. ആ സമയത്തെ എല്ലാ മനുഷ്യന്മാരും പറയുന്ന ഒരു വാക്യം പരിശുദ്ധ ഖുർആൻ പറയുന്നു, അതേ ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് മരണം ആസന്നമായി കഴിഞ്ഞാൽ ആ മനുഷ്യൻ പറയുന്ന ഒരു കാര്യം എന്തെന്നറിയാം, അല്ലാഹുവേ നീ എന്നെ പിന്തിക്കണേ അല്ലാഹ്, നീ എന്നെ പിന്തിക്കണേ അല്ലാഹ്. എന്തിനു വേണ്ടിയാ പിന്തിക്കേണ്ടതെന്നറിയുമോ? ആ മനുഷ്യൻ വിളിച്ചു പറയുന്നത് ഞാനതേ എല്ലാ സൽകർമ്മങ്ങളും ചെയ്യാമെന്ന, എല്ലാ സൽകർമ്മങ്ങളും ഞാൻ ചെയ്യാമെന്ന. എന്നെയൊന്ന് നിസ്കരിക്കാൻ വിടുമോ? എനിക്കൊന്ന് നോമ്പെടുക്കാനുള്ള സമയം തരുമോ? എനിക്കൊന്ന് സദഖ കൊടുക്കാനുള്ള സമയം തരുമോ എന്നതേ എല്ലാ മനുഷ്യന്മാരും വിളിച്ചു പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. ആ സമയത്ത് അല്ലാഹു പറയുന്നത് എന്തെന്നറിയുമോ? എടാ നീ ഇപ്പോഴല്ല ചിന്തിക്കേണ്ടത്, ഇനി എല്ലാ മനുഷ്യന്മാരും പറയുന്നതാണ്. നിനക്ക് സന്നദ്ധായ സമയമുണ്ടല്ലോ. 1 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സമയത്തിനകത്ത് എത്രയോ ദിനരാത്രങ്ങളാണ് കടന്നുപോയത്, എത്രയോ സമയങ്ങളാണ് നീ വേസ്റ്റാക്കി കളഞ്ഞത്. ആ സമയത്ത് അല്ലാഹു നിന്നോട് നിസ്കരിക്കാൻ പറഞ്ഞുവല്ലോ, അല്ലാഹു ഖുർആനോട് പറഞ്ഞുവല്ലോ, അല്ലാഹു നിന്നോട് ഖുർആനോടാണ് നോമ്പെടുക്കാനും അല്ലാഹുവിന്റെ മാർഗത്തിൽ കടന്നു ചെല്ലാൻ. 70 വയസ്സ് വരെയും അവിടെ തന്നെ 50 വയസ്സ് വരെയും അന്ന് നിനക്ക് തന്നിട്ട് നിനക്ക് സമയം കിട്ടിയില്ലല്ലോ. ഇനിയുള്ള മൈക്രോ സെക്കൻഡാണോ നീ നോമ്പെടുക്കാൻ പോകുന്നത്? നീ ഖുർആൻ ഓതാൻ പോകുന്നത്? സൽക്കർമ്മങ്ങളുമായി മൈക്രോ സെക്കൻഡാണോ പോകുന്നത്? വേണ്ട വേണ്ട, മലക്കുകളെ അവന്റെ റൂഹുമായി പാറിപ്പറന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതല്ലേ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എല്ലാ ആളുകളും വിളിച്ചു പറയുന്നത് എനിക്കൊരു അല്പം
സമയം തരുമോ? ഞാൻ വരില്ലെന്ന് മരണം എനിക്ക് വേണ്ടെന്ന് ആകാശത്തിന്റെ പെരുമാറിൽ നിന്ന് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിന്റെ റൂഹെടുക്കാനും പാറി പറന്നു വന്നുകൊണ്ട് റൂഹെടുത്തുകൊണ്ട് കടന്നുപോയാൽ പിന്നെ നീ എവിടെയാണെന്ന് അറിയുമോ? പിന്നെ കൊണ്ടുപോയി വെക്കേണ്ടത് 6 അടി മണ്ണിലാണ് കൊണ്ടുപോയി വെക്കേണ്ടത്. എത്ര കാലഘട്ടമെന്നറിയുമോ? സൂറെന്ന് പറയുന്ന കാലത്തിലേക്ക് പോകുന്നത് വരെ സൂറെന്ന് പറയുന്ന കാലത്തിലേക്ക് പോകുന്നത് വരെ 6 അടി മണ്ണിലേക്ക് നിന്നെ കൊണ്ടുപോയി വെക്കുന്നതാ. എത്ര കാലഘട്ടമെന്നറിയുമോ? എത്ര സമയം വരെ എന്നറിയുമോ? അത് അല്ലാഹുവിന് മാത്രമല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പറയുന്നു, മരണം നിങ്ങൾക്ക് എപ്പോഴും വരാം, അതുകൊണ്ട് നിങ്ങൾ തയ്യാറായിരിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്നിട്ട് മുത്തുനബി അതേ പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുകയാണ്. ഞാൻ നിങ്ങളും എല്ലാ ദിവസവും ഓതുന്ന സൂറത്തുൽ വാഖിയിലെ 10ാമത്തെ ആയത്ത് പാരായണം ചെയ്യുന്നു. എന്താണ് ആയത്തെന്നറിയുമോ? والسابقون السابقون أولئك المقربون في جنات النعيم. അല്ലയോ സഹോദരങ്ങളെ, നിങ്ങളൊരു പരീക്ഷാ ഹോൾ പോലെ ഈ ദുനിയാവിനെ കാണണേ. മത്സരിക്കുന്നവരെ മത്സരിക്കട്ടെ, മത്സരിക്കുന്നവരെ മത്സരിക്കട്ടെ. അങ്ങനെ മത്സരിച്ച് മുന്നിലേക്ക് എത്തുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആദരിക്കുന്നതാ. എന്തുകൊണ്ടാണ് ആദരിക്കുന്നതെന്നറിയുമോ? സ്വർഗമാകുന്ന അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവനെ അനുഗ്രഹിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, മത്സരമായി ദുനിയാവിനെ കാണണം, മത്സരിക്കണം. ഒരാൾ ഒരു ഖത്ം ഓതിയാൽ എന്നാൽ ഞാൻ 2 ഖത്ം ഓതുമെന്നുള്ള ആ വാശിയിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇപ്പോൾ 10ന്റെയും +2വിന്റെയും പരീക്ഷ എഴുതുന്ന കുട്ടികൾ A+ വേണ്ടിയിട്ട് അവിടുന്ന് പരിശ്രമിക്കുന്നത് പോലെ നമ്മളും പരിശ്രമിക്കണം. നമ്മൾ ഒരുപാട് നിസ്കാരങ്ങൾ കൊണ്ട്, ഒരുപാട് ഖുർആനോദനങ്ങൾ കൊണ്ട്, നന്മകൾ കൊണ്ട് നമ്മൾ മുന്നേറണം. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന സമയം തിരോധിച്ചമായ സമയങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. എപ്പോഴാണ്, ഏത് സെക്കൻഡിലാണ് മരണം നമ്മുടെ മുന്നിലേക്ക് വരുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇന്നൽ അബ്റാറ ലഫീ നഈം, അവർക്കതേ സ്വർഗമാണെന്ന് പരിശുദ്ധ ഖുർആൻ. എങ്ങനെയുള്ള സ്വർഗമാണെന്നറിയുമോ? അലൽ അറായികി യൻദുറൂൻ, ആ സ്വർഗത്തിലിരുന്നു കൊണ്ട്, ചാരു കസേരയിലിരുന്നു കൊണ്ട് പരസ്പരം അവർ നോക്കുന്നതാ. അവരതേ പരസ്പരം അവരെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു പ്രകാശം പോലെ, ഒരു അനുഗ്രഹങ്ങൾ പോലെ അവരുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല
സീലുകൾ ചെയ്യപ്പെട്ടതായ സീലുകൾ ചെയ്യപ്പെട്ട കോപ്പയിൽ കല്ലുകൾ കൊടുക്കുന്നതാണ്. അതേ, ആ സീലുകൾ ചെയ്യപ്പെട്ടത് എന്തുകൊണ്ടെന്നറിയുമോ? അത് മിസ്ക് കൊണ്ടാണ്. കസ്തൂരികൾ കൊണ്ട് സീൽ ചെയ്യപ്പെട്ട കോപ്പകൾക്ക് അവർക്ക് കുടിക്കാനുള്ള പാനീയങ്ങൾ കൊടുക്കുന്നതാ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ എന്നോടും നിങ്ങളോടും പറയുന്നു, അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ പരിശ്രമിക്കണേ, നിങ്ങൾ മുന്നോട്ട് വരണേ എന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ടല്ലേ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം അവിടുന്ന് വല്ലാതെ പരിശ്രമിച്ചത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിശ്രമങ്ങൾ മുന്നോട്ട് വെച്ചത്. ഒരാൾക്കാര് മറ്റൊരാൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ധൃതി കാണിച്ചത്. അതല്ലേ ഹബീബായ തങ്ങൾ പറഞ്ഞത്. ഒരു ദിവസം ഹബീബായ തങ്ങള് മസ്ജിദ് നബവിയിൽ ഒരു മത്സരം വെക്കുകയാ. മുത്തുനബി മസ്ജിദ് നബിയിൽ ഒരു മത്സരം വെച്ചു. എന്താണ് ആ മത്സരം എന്നറിയുമോ? നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ സുദഖകളും, കയ്യിലുള്ള വസ്തുക്കളും സുദഖയായിട്ട് കൊണ്ടുവരാൻ മുത്തുനബി പറഞ്ഞു. ആ സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് മത്സരിക്കാൻ വേണ്ടി തയ്യാറായി. ആർക്കെതിരെ? മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെതിരെ മത്സരിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എല്ലാ കാര്യത്തിലും അബൂബക്കറാണ് മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ ഈ പ്രാവശ്യം മുത്തുനബിയുടെ മുന്നിൽ ഞാൻ മുന്നിൽ വരുമെന്ന് അവിടുന്ന് ഉമർ റളിയല്ലാഹു അൻഹു ദൃഢനിഷ്ഠയെടുത്തുകൊണ്ട് തന്റെ വീട്ടിൽ പോയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ സമയത്ത് എൻ്റെ അടുക്കൽ ഒരുപാട് സ്വത്തുണ്ട്. ഞാൻ ആ സ്വത്തിൻ്റെ പകുതി എടുത്തുകൊണ്ട് വന്ന് മുത്തുനബിയുടെ അടുക്കൽ കൊണ്ടുപോയി വെച്ചു. എല്ലാവരും സ്വത്തുകൾ കൊണ്ടുവന്ന് മുത്തുനബിയുടെ അടുക്കൽ വെച്ചു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി ചോദിച്ചു, അല്ലയോ ഉമറേ, ഇനി നിന്റെ വീട്ടിൽ എന്തുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഈ സ്വത്തിൻ്റെ പകുതി എൻ്റെ വീട്ടിലുണ്ട് നബിയേ എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹുവിന്റെ ഊഴം കഴിഞ്ഞു. സ്വഹാബത്തിൽ ഓരോന്നായി കടന്നു വന്നു. അവസാനം മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിനോട് ചോദിച്ചു, അല്ലയോ അബൂബക്കറേ, ഇനി നിന്റെ വീട്ടിൽ എന്തുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് അബൂബക്കർ തങ്ങൾ പറയുകയാ, യാ റസൂലല്ലാഹ് എന്റെ വീട്ടിലതേ ഇനി ഒന്നുമില്ല നബിയേ. അങ്ങും അല്ലാഹുമല്ലാതെ മറ്റൊന്നിനെയും എന്റെ വീട്ടിന്റെ അകത്ത് ബാക്കി വെച്ചില്ല. എല്ലാ സാധനങ്ങളും കൊണ്ട് അങ്ങയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പണം ചെയ്തു നബിയേ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവം കണ്ടതിന് ശേഷം വല്ലാതെ തേങ്ങിക്കരയുകയാ. ആ തേങ്ങൽ കരച്ചത് കണ്ടതിന് ശേഷം ഉസ്മാൻ തങ്ങളെ ചോദിക്കുന്നു, ഉമറേ, എന്തു പറ്റി ഉമറേ? എന്താണ് പറ്റിയത് ഉമറേ? അങ്ങെന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാ, എന്റെ അടുക്കലതേ എല്ലാ ദീനാറും കൊണ്ടുപോയി മുത്തുനബിയുടെ മുന്നിൽ വെച്ചു. ഈ മത്സരത്തിനെങ്കിലും ഞാൻ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. എന്നാൽ ആ സമയത്ത് എന്നെ അബൂബക്കർ മുന്നിൽ കടന്നു. ഇനി എപ്പോഴാണ് അബൂബക്കറിനെ തോൽപ്പിക്കാനുള്ള സമയം എപ്പോഴാണെന്ന്, ഏത് സമയത്താണ് അബൂബക്കറിനെക്കാരും മുത്തുനബിയുടെ മുന്നിലേക്ക് ഞാൻ ഒന്നാമനായി കടന്നു വരുന്നതെന്ന് ഓർത്തുകൊണ്ട് കരയുകയാ. ഈ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനാണ് സഹോദരങ്ങളെ നമുക്ക് വേണ്ടത്. ഒരു വഖത്ത് നിസ്കാരം ഖളായി പോയാൽ ആ നിസ്കാരത്തിനെ പറ്റി ഓർത്തുകൊണ്ട് കരയാൻ സാധ്യമാണോ? ഒരു മനുഷ്യന് സ്വതക്ക കൊടുക്കുന്നതിനേക്കാളും എന്റെ സ്വതക്ക മുന്നിൽ വരണമെന്നുള്ള ഒരു ചിന്ത എനിക്കും നിങ്ങൾക്കും വന്നിട്ടുണ്ടോ? റമദാൻ മാസത്തിൽ നിസ്കരിച്ചതുപോലെ, റമദാൻ മാസത്തിൽ ഖുർആൻ ഓതിയതുപോലെ, റമദാൻ മാസത്തിൽ നോമ്പെടുത്തതുപോലെ
കൊടുത്തതുപോലെ സൽക്കർമ്മങ്ങളിൽ മുന്നോട്ട് വന്നതുപോലെ ഇനിയും നമുക്കൊന്ന് പരീക്ഷിച്ചുകൂടെ? നമ്മുടേതായ നിസ്സാരങ്ങളൊന്ന് റെഡിയാക്കാൻ, ഖുർആനോദലുകളൊന്ന് സജ്ജീകരിക്കാൻ, നമ്മുടെ നോമ്പുകളൊന്ന് അവിടുന്ന് വീട്ടി വീഴാൻ, ഖുർആനുകൾ ഓതാൻ എനിക്കും നിങ്ങൾക്കൊന്ന് സഞ്ചരിച്ചുകൂടെ? ഒന്ന് സമയം അവിടുന്ന് ചിലവഴിച്ചുകൂടെ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യനെ 70 കൊല്ലം ജീവിച്ചതിന് ശേഷം അവൻ നന്നായില്ലെങ്കിൽ അവിടുന്നതേ അവൻ കാഫിറായി ചത്തുപോകട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യന് വയസ്സായിട്ടും അവൻ പ്രായം ചെന്നിട്ടും നന്നായിട്ടില്ല എങ്കിൽ, അവൻ്റെ മോശത്തരങ്ങളിൽ നിന്ന് മാറി അവൻ ഇനിയെങ്കിലും കുറഞ്ഞ സമയം നന്നായിട്ടില്ല എങ്കിൽ അവൻ്റെ ആഖിബത്ത് നന്നാകാതെ മരിച്ചു പോകട്ടെ എന്ന് മുത്തുനബി പറഞ്ഞു അത്രേ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനിയെങ്കിലും നമ്മുടെ തുച്ഛമായ സമയങ്ങളെങ്കിലും നമ്മൾ അവിടുന്ന് പ്രയത്നിച്ച് എത്രയും പെട്ടെന്ന് നന്നാകാൻ വേണ്ടി നോക്കണം. ഒരുപാട് ദിക്റുകൾ ചൊല്ലി, ഒരുപാട് തസ്ബീഹുകൾ ചൊല്ലി, ഒരുപാട് ഇഖ്ലാസുകൾ ഓതിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് വരാൻ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ യുവത്വത്തിൽ തിളങ്ങുന്ന ചെറുപ്പക്കാർ വിചാരിക്കും ഞാനും നിങ്ങളും ഇന്നും നാളെയും മരിക്കില്ല എന്ന്. എങ്കിൽ ഒരു പാട്ട് കേട്ടോ, من غير علة وكم من مريض عاش دهرا إلى دهري. എത്രയോ ആളുകളാണ് അവിടുന്ന് ഇന്ന് മരിക്കും നാളെ മരിക്കുമെന്ന് രോഗാവസ്ഥയിലെ കിടപ്പിൽ കിടക്കുന്ന ആളുകൾ. എന്നാൽ ആ ആളുകളെ എത്രയോ വർഷങ്ങളായി കിടക്കുകയാ. എന്നാൽ ഒരു ആരോഗ്യ പ്രശ്നമില്ലാത്ത ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ ആരുടെ മണ്ണിലായത് കണ്ടില്ലേ? എത്രയോ ആളുകളാണ് നിന്നതിൽ ആക്സിഡന്റായി മരണപ്പെട്ടു പോയി ആരുടെ മണ്ണിലേക്ക് കൊണ്ടുപോയി വെച്ചത്. എത്രയോ ആളുകളാണ് ചെറുപ്പക്കാരുകളുമാകുന്ന കുഞ്ഞു മക്കളെ പോലെ കൊതിഞ്ഞു കൊണ്ടുപോയി കബറിൽ വെച്ചത്. എത്രയോ ആളുകളെയാ. അതുകൊണ്ട് മരണം എപ്പോഴാണ് വരുമായെന്ന് എനിക്കും നിങ്ങൾക്കും പറയാൻ സാധ്യമല്ല. മരണം എന്നെയും നിങ്ങളെയും കൊണ്ടുപോകുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിച്ച് അവസാനത്തെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്ക് സാധ്യമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുമാറാകട്ടെ.